ദൈവത്തിന് സ്തുതി. നിങ്ങളെല്ലാവർക്കും എഫാത്തയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിശുദ്ധ നോമ്പുകാലത്ത് നിങ്ങളുടെ ഒപ്പം ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈയിടെ ഒരു വെബ് സീരീസ് കണ്ടു, ഹൗസ് ഓഫ് ഡേവിഡ്. ഈ ഒരു സീരീസിൽ ദാവീദിന്റെ കഥയാണ് പറയുന്നത്. നമ്മൾ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കിയ ദാവീദിനെ വിഷ്വലി നേരിട്ട് കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. നമുക്കറിയാം, ദാവീദ് അവന്റെ ചേട്ടന്മാരെക്കാളും ചെറുതായിരുന്നു. അവരും ഭയപ്പെട്ട ഗോലിയാത്തിനെ ദാവീദ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തോൽപ്പിച്ച്. ഗോലിയാത്തിനെ എതിർക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവം അവന് വേണ്ടി യുദ്ധം ചെയ്യും. ആ വിശ്വാസമാണ് ദാവീദിനെ ഗോലിയാത്തിന് മുമ്പിൽ നിർത്തിയത്. ഇതിന്റെ അർത്ഥം ദാവീദിന് പേടി ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ദാവീദിന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ പേടിയെ അതിജീവിച്ചു എന്ന് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ ചേർന്നിട്ട് ഒരു ഇംഗ്ലീഷ് വാക്യം എന്റെ മനസ്സിൽ വരുന്നു. When God wanted to make a king out of David, he didn't bring a crown, he brought him Goliath. ഇത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവത്തിന് ദാവീദിനെ രാജാവാക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ദൈവം ദാവീദിന്റെ കയ്യിൽ കിരീടമല്ല കൊടുത്തത്, പക്ഷെ ഗോലിയാത്തിനെയാണ് കൊടുത്തത്, അത് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വാക്യം എന്നെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നോക്കി നിൽക്കും. എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് പരാതി പറയും. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യമുണ്ട്, ഗോഡ് കാൺ സ്റ്റിയർ എ പാർക്ക്ഡ് കാർ. ഒരു പാർക്ക് ചെയ്ത വണ്ടി യേശുവിനെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തോട് വഴി കാട്ടുവാൻ അല്ലെങ്കിൽ ഒരു ദിശ കാണിക്കുവാൻ പറയും, പക്ഷെ ആ വഴിയിലേക്ക് പോകുവാൻ നമ്മളായിട്ട് തുടക്കം ഇടില്ല. ദൈവം നമ്മളോട് പറയുന്നത്, യു ഗോ ഫസ്റ്റ്, ദെൻ ഐ വിൽ ഷോ യു ദ ഡയറക്ഷൻ. നിങ്ങൾ ആദ്യം തീരുമാനിക്കൂ ആ ദിശ, ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറയണം. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ദൈവം അതിന് വഴി കാണിക്കും. ആ ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണം. ഒരു ചെറിയ കഥ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒരു ദിവസം ഒരു അപ്പനും മോനും വീടിന്റെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പൊ മോൻ അപ്പനോട് ചോദിച്ചു, അപ്പ ദൈവം എത്ര വലുതാണെന്ന്. അപ്പൻ പറഞ്ഞു, എടാ മോനെ, നീ ആ പ്ലെയിൻ പോണ കണ്ടോ? ആ പ്ലെയിൻ എത്ര വലുതാന്ന് അപ്പൻ മോനോട് ചോദിച്ചു. മോൻ പറഞ്ഞു, അപ്പൊ അത് ചെറുതാണല്ലോ, വളരെ വളരെ ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി. എന്നിട്ട് അവൻ ആ എയറോപ്ലെയിനിനെ നേരിട്ട് കണ്ടു. അപ്പൊ അവൻ ഞെട്ടിട്ട് പറഞ്ഞു, അപ്പൊ ഇത് ഇത്ര വലുതാണല്ലോ, ഇത് വലിയ എയറോപ്ലെയിൻ ആണല്ലോ എന്ന്. അപ്പം പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലിപ്പം കൂടും. നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചേരാം, എന്നിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ രുചിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തകർന്ന അവസ്ഥയിലായിരിക്കും, ഒരു രക്ഷയുണ്ടായിരിക്കില്ല. ആ ഒരു എന്താ പറയാ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ആയിരിക്കും നമ്മുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു മൺപാത്രം പൊട്ടിയതുപോലെ നമ്മുടെ ജീവിതം പൊടിയായിട്ടുണ്ടാവും. പക്ഷെ ദൈവം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. യെരമ്യ 18:4 പറയുന്നത് പോലെ, ആ കുശവൻ ഉണ്ടാക്കിയ കളിമണ്ണ് പാത്രം ചീത്തയായതിനാൽ അവൻ അതിനെ പുതിയ കളിമണ്ണ് ചേർത്ത് അതിനൊരു പുതിയ രൂപം നൽകി. അതുപോലെ യേശു നമ്മുടെ ജീവിതത്തിലെ കുശവനാണ്. നമുക്ക് നമ്മുടെ രൂപം, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് നമുക്ക് തോന്നിയാൽ യേശു നമ്മുടെ ജീവിതത്തിൽ കുശവൻ ആയി തീരും. നമുക്ക് ഒരു പുതിയ ജീവൻ നൽകും, അല്ലെങ്കിൽ പുതിയൊരു രൂപം നൽകും. അപ്പം നമ്മൾ അതിൽ വിശ്വസിക്കുക. ഈ നോമ്പ് സമയത്ത് നമ്മളെല്ലാവരും ഈ വിശ്വാസം മുറുകി പിടിച്ചുകൊണ്ട് ദാവീദിനെ പോലെ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.